ഇന്ത്യയിലെ ഏറ്റവും പ്രമാണപ്പെട്ട ഒരു ഓൺലൈൻ മാധ്യമമാണ് ദ വയർ. രാഹുൽ ഗാന്ധി എന്ന് പറയുന്ന നേതാവിനെ ഒഴിവാക്കി നിർത്തിയാൽ ഇന്ത്യയുടെ ദേശീയ രാഷ്ട്രീയം ശൂന്യമാണ് എന്നാണ് ദ വയർ ഈയിടെ എഴുതിയ ഒരു ലേഖനത്തിൽ അഭിപ്രായപ്പെട്ടത്. രാഹുൽ ഗാന്ധിയുടെ വോട്ട് ചോരി കാമ്പയിന് നമുക്കതിനെ ഒരു പ്രസ്ഥാനം എന്ന് തന്നെ വിളിക്കാം. അതിന്റെ പശ്ചാത്തലത്തിൽ ചിന്തിക്കുമ്പോൾ, രാഹുൽ ഗാന്ധിയെ കുറിച്ച് ചിന്തിക്കുമ്പോൾ എന്തൊരു മനുഷ്യനാണ് ഇതെന്ന് തോന്നിപ്പോകും. ഇന്നിപ്പോൾ ഇന്ത്യൻ ദേശീയ രാഷ്ട്രീയത്തിൽ രാജ്യവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ഉന്നയിക്കുന്നതിൽ, അത് കൈകാര്യം ചെയ്യുന്നതിൽ, അത് അർഹിക്കുന്ന പ്രാധാന്യത്തോടെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ രാഹുൽ ഗാന്ധി കവിഞ്ഞൊരു നേതാവ് ഇന്നില്ല എന്ന് തന്നെ നമുക്ക് പറയാം. അദ്ദേഹത്തെ BJP-ക്കാർ എന്തൊക്കെയാ പണ്ട് വിളിച്ചിരുന്നത്? അദ്ദേഹം രാഷ്ട്രീയത്തിൽ വന്ന സമയത്ത് പപ്പു 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 എന്ന് പറഞ്ഞിട്ട് സോഷ്യൽ മീഡിയയിൽ, മറ്റു പ്ലാറ്റ്ഫോമുകളിൽ എല്ലായിടത്തും അദ്ദേഹത്തെ പരിഹസിക്കുകയായിരുന്നു. അങ്ങനെ പരിഹസിച്ച് ചവിട്ടി താഴ്ത്താനാണ് BJP-ക്കാർ ശ്രമിച്ചത്. നമുക്കറിയാവുന്ന കാര്യമാണ്. ഇത് ഏറ്റവും അടുത്ത കാലത്ത് നടന്ന സംഭവങ്ങളെ കുറിച്ച് തന്നെയാണ് നമ്മൾ പറയുന്നത്. പക്ഷെ ഇന്നിപ്പോ രാഹുൽ ഗാന്ധിയെ പപ്പു എന്ന് വിളിക്കാൻ ഏതൊരു BJP നേതാവും രണ്ടാമതൊന്ന് ആലോചിക്കും. കാരണം എന്താ? അദ്ദേഹം ഇന്ന് BJP-യുടെ ഏറ്റവും വലിയ നേതാക്കൾ പോലും പേടിക്കുന്ന ഒരു ദേശീയ നേതാവായിട്ട് മാറിക്കഴിഞ്ഞിരിക്കുന്നു. ജനകീയതയിൽ ഉണ്ടായ വർധനവ്, അതുപോലെ ഉൾക്കരുത്ത്, ഉള്ളടക്കം, ഇതിന്റെയൊക്കെ കാര്യത്തിൽ ഇതുപോലെ വർധനവ് നേടിയ അല്ലെങ്കിൽ ഒരു വികാസം പ്രാപിച്ച മറ്റൊരു നേതാവിനെ ഇന്ന് നമുക്ക് കാണാൻ കഴിയില്ല. പറഞ്ഞല്ലോ, രാജ്യം നേരിടുന്ന പ്രശ്നങ്ങൾ അത് വളരെ കൃത്യമായിട്ട് അതിശക്തിയോടുകൂടി തന്നെ ഉന്നയിക്കാൻ, അത് പാർലമെന്റിലാകട്ടെ, പൊതുരംഗത്താവട്ടെ, പൊതുവേദികളിലാവട്ടെ, അല്ലെങ്കിൽ വിദേശ രാജ്യങ്ങളിലാവട്ടെ, അത് അതിശക്തമായിട്ട് വളരെ കൺവിൻസിംഗ് ആയിട്ട് ഉന്നയിക്കാൻ പറ്റിയ ഒരു നേതാവ് ഇന്ന് ഭരണപക്ഷത്തോ പ്രതിപക്ഷത്തോ ഇല്ല എന്ന് തന്നെ പറയാം. ഇത് പറയുമ്പോൾ വേണമെങ്കിൽ രാഹുൽ ഗാന്ധിയെ ഉയർത്തിക്കാട്ടാനുള്ള ശ്രമമാണെന്നൊക്കെ വ്യാഖ്യാനിച്ചേക്കാം. പക്ഷെ നമ്മൾ നിഷ്പക്ഷമായിട്ടൊന്ന് ചിന്തിച്ചു നോക്കൂ. ഇതുപോലൊരു നേതാവിനെ നമുക്ക് BJP-യിലോ അല്ലെങ്കിൽ കോൺഗ്രസിലോ മറ്റ് ഇടതുപക്ഷ പാർട്ടികളിലോ എവിടെയെങ്കിലും കാണാൻ സാധിക്കുമോ? വോട്ട് ചോരി പോലെയുള്ള വളരെ പ്രധാനപ്പെട്ട പ്രശ്നങ്ങൾ അത് ഉന്നയിക്കുന്നു എന്നുള്ളത് മാത്രമല്ല രാഹുൽ ഗാന്ധിയുടെ പ്രത്യേകത. കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് സംഘപരിവാരം അല്ലെങ്കിൽ BJP-യുടെ നേതൃത്വത്തിലുള്ള ഒരു സംവിധാനം അതെന്താണ് ഈ രാജ്യത്ത് ചെയ്തുകൊണ്ടിരുന്നത്? വളരെ ആസൂത്രണത്തോടുകൂടി, വളരെ കൃത്യതയോടുകൂടി അവര് ഹിന്ദുത്വയെ ഒരു ദേശീയ ചർച്ചാ വിഷയമായിട്ട് മാറ്റി. അതാണ് BJP-ക്ക് അധികാരത്തിലേക്ക് വരാനും അധികാരത്തിൽ തുടരാനും ഇടയാക്കിയ ഒരു വളരെ പ്രധാനപ്പെട്ട കാര്യം. പക്ഷെ ഇന്ന് രാഹുൽ ഗാന്ധി പറഞ്ഞാൽ ഇതുപോലെ തന്നെ ആസൂത്രണത്തോടുകൂടി, കൃത്യതയോടുകൂടി തന്നെ മറ്റു വിഷയങ്ങളിലേക്ക് രാജ്യത്തിന്റെ ചിന്തയെ കൊണ്ടുപോകാനായിട്ട് സാധിക്കുന്നു. വോട്ട് ചോരി പോലെയുള്ള വളരെ പ്രധാനപ്പെട്ട വിഷയങ്ങൾ ഇവിടെ BJP അധികാരത്തിൽ വന്നതിന് ശേഷം ഗോമൂത്രത്തിന്റെയും ചാണകത്തിന്റെയും ഗുണഫലങ്ങൾ, അതിന്റെ ഫലസിദ്ധി, അതുപോലെ തന്നെ പുരാണങ്ങളിലെയും ഇതിഹാസങ്ങളിലെയും ചില അവകാശവാദങ്ങൾ, ഇന്ത്യയാണ് ആദ്യം വിമാനം ഉണ്ടാക്കിയത് എന്ന് പറയുന്നത് പോലുള്ള ചില കാര്യങ്ങൾ, മനുസ്മൃതി, യാജ്ഞവൽക്യ സ്മൃതി, ഇതൊക്കെയായിരുന്നു ചർച്ചാ വിഷയം. അതിലാണ് നമ്മൾ അഭിരമിച്ചിരുന്നത്. പക്ഷേ രാഹുൽ ഗാന്ധി അതിനെ മറ്റൊരു തലത്തിലേക്ക് വളർത്തിക്കൊണ്ടുവന്നു. രാജ്യം നേരിടുന്ന യഥാർത്ഥ പ്രശ്നങ്ങൾ, അതിലേക്ക് അദ്ദേഹം രാജ്യത്തിന്റെ ശ്രദ്ധയെ കൊണ്ടുവന്നു. അതിൽ അദ്ദേഹം കാര്യമായ തോതിൽ വിജയിക്കുകയും ചെയ്തു. ഓരോ കാര്യത്തിലും അദ്ദേഹത്തിന്റെ അധ്വാനം അല്ലെങ്കിൽ അദ്ദേഹം ഇടുന്ന ഒരു എഫർട്ട് അത് നമുക്ക് മറ്റേതെങ്കിലും നേതാക്കളിൽ നിന്ന് ഇന്ത്യയിൽ കാണാൻ സാധിക്കുമോ എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അല്ലെങ്കിൽ അങ്ങനെ ഒരാളില്ല എന്ന് നമുക്ക് പറയേണ്ടി വരും. അതിലൊരു കൺസിസ്റ്റൻസി ഉണ്ട്, ഒരു കൃത്യതയുണ്ട്. അതാണ് വാസ്തവത്തിൽ രാഹുൽ ഗാന്ധിയെ സദാ യുദ്ധസന്നദ്ധനായ അല്ലെങ്കിൽ പോരാട്ട വീര്യമുള്ള ഒരു പ്രതിപക്ഷ നേതാവാക്കി മാറ്റുന്നത്. നമ്മൾ സൂക്ഷിച്ചു നോക്കുമ്പോൾ ചിലപ്പോൾ ഇന്ദിരാഗാന്ധിയുടെ ചില പ്രത്യേകതകൾ, ആ വ്യക്തിത്വത്തിന് ചില സ്ഫുലിംഗങ്ങൾ നമുക്ക് രാഹുൽ ഗാന്ധിയിൽ കാണാൻ കഴിയും. ജനതാ പാർട്ടി ഭരിക്കുന്ന കാലത്ത് ബീഹാറിലെ ബെൽച്ചിയിൽ ഒരു ദളിത് കൂട്ടക്കൊല നടന്നു. അപ്പൊ ഇന്ദിരാഗാന്ധിക്ക് അവിടേക്ക് പോകണം. പക്ഷെ വലിയ മഴയാണ്, റോഡിലൂടെ പോകാൻ സാധിക്കില്ല, കുറ്റാക്കൂരിട്ടാണ്. അപ്പോൾ അവരെന്താ ചെയ്തത്? ഒരു ആനപ്പുറത്ത് കയറി ഈ കൊടും മഴയിൽ, ഈ കൂരിരുട്ടില് അവര് ബെൽച്ചിയിലെത്തുന്നു. എന്നിട്ട് അവിടുത്തെ ദളിതുകളെ ആശ്വസിപ്പിക്കുന്നു, അവരെ ചേർത്ത് പിടിക്കുന്നു, അവർക്ക് ഞാനുണ്ട് എന്നുള്ളൊരു ഉറപ്പ് കൊടുക്കുന്നു. ആ ഒരു രീതി, ആ ഒരു ശൈലി, അതാണ് നമ്മൾ രാഹുൽ ഗാന്ധിയിൽ കാണുന്നത്. രാജ്യം പ്രധാന പ്രശ്നങ്ങളെ നേരിടുമ്പോൾ അവിടെ രാഹുൽ ഗാന്ധിയുടെ സാന്നിധ്യമുണ്ട്. അതാണ് നമ്മൾ വോട്ട് ചോരിയിൽ കണ്ടത്. വോട്ട് ചോരി എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ അടിത്തറ തന്നെ മാന്തുന്ന ഒന്നാണ്. അതിലേക്ക് രാജ്യത്തിന്റെ ചിന്തയെ കൊണ്ടുവരാൻ അദ്ദേഹത്തിന് സാധിച്ചു. വോട്ട് ചോരി തന്നെ നോക്കൂ. നമ്മൾ പറഞ്ഞതുപോലെ നമ്മുടെ ജനാധിപത്യത്തിന് വലിയ ഭീഷണിയാവുന്ന ഒരു കാര്യമാണ് രാജ്യത്ത് സംഭവിച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്.
അത് അതിന് തെളിവുകൾ സഹിതം അത് എക്സ്പോസ് ചെയ്യുന്നതിന് രാഹുൽ ഗാന്ധി ജയിച്ചു എന്നുള്ളത് ചെറിയ കാര്യമല്ല. വാസ്തവത്തിൽ ഈ വോട്ട് ചോരി പ്രസ്ഥാനം രാജ്യത്ത് ജനാധിപത്യം പുലരണമെന്ന് ആഗ്രഹമുള്ള ഒരു മാധ്യമ സ്ഥാപനം ചെയ്യേണ്ട ജോലിയാണ്. അതാണ് രാഹുൽ ഗാന്ധി ഇവിടെ ചെയ്തിരിക്കുന്നത്. ഹരിയാന അഫയേഴ്സ് എന്ന് പറയുന്ന കഴിഞ്ഞ ദിവസത്തെ വെളിപ്പെടുത്തൽ, അത് സത്യം പറഞ്ഞാൽ ഒരു ഹൈഡ്രജൻ ബോംബ് തന്നെയായിരുന്നു. ഒരു സംസ്ഥാനത്തെ എങ്ങനെയാണ് ഒരു രാഷ്ട്രീയ പാർട്ടി മോഷ്ടിച്ചെടുത്തത് എന്നുള്ളതിന്റെ ഒന്നാം തരം ഉദാഹരണം. 25 ലക്ഷം വോട്ടുകളുടെ തിരിമറിയാണ് അവിടെ നടന്നതെന്ന് അദ്ദേഹം തെളിവുകൾ സഹിതം. ഈ തെളിവുകൾ എന്ന് പറയുന്നത് നമ്മുടെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നൽകിയ വോട്ടർ പട്ടിക തന്നെയാണ്. അതിന്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹം ഈ സത്യവിവരണം നടത്തിയത്. ഇത് അടിസ്ഥാനരഹിതമാണ്, ഇതാണോ ഹൈഡ്രജൻ ബോംബ്, ഇത് ഒരു നനഞ്ഞ പടക്കമായി പോയല്ലോ എന്നൊക്കെയുള്ള പരിഹാസദ്യോതകമായ പ്രതികരണങ്ങളല്ലാതെ ഇതുവരെ BJP ഈ സത്യവിവരണത്തെ പറ്റി അല്ലെങ്കിൽ തെളിവുകളെ പറ്റി അദ്ദേഹം ഉന്നയിച്ച വിഷയത്തെ പറ്റി കൃത്യമായിട്ടുള്ളൊരു അഭിപ്രായം പറഞ്ഞിട്ടില്ല. അദ്ദേഹം ഈ പത്രസമ്മേളനം നടത്തിയതിന്റെ 2ാം ദിവസം ഇന്നലെ പോലും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആളുകൾക്ക് തൃപ്തികരമായ ഒരു വിശദീകരണവുമായിട്ട് വന്നിട്ടില്ല. ഇതിന്റെ പേരിലും BJP ചില നേതാക്കൾ, കിരൺ റിജ്ജു പോലുള്ള ആളുകൾ രാഹുൽ ഗാന്ധിയെ പരിഹസിക്കാനാണ് ശ്രമിച്ചത്. ഇദ്ദേഹം രാജ്യവിരോധിയാണ്, ഇദ്ദേഹം വിദേശത്ത് പോയിട്ട് വരുമ്പോഴാണ് ഇത്തരത്തിലുള്ള ആശയങ്ങൾ അദ്ദേഹത്തിന് കിട്ടുന്നത്, വിദേശത്തുള്ള ചില ഇന്ത്യ വിരുദ്ധരുടെ കയ്യിലെ പാവയാണ് മുതലായ ഉണ്ടയില്ലാ വഴികളല്ലാതെ മറ്റൊന്നും പറയാൻ BJPക്ക് സാധിച്ചിട്ടില്ല. അതേസമയം ഇന്ത്യയെ, രാജ്യത്തിന്റെ മനസ്സാക്ഷിയെ, നമ്മുടെ ജനാധിപത്യ ബോധത്തെ ഞെട്ടിക്കാൻ അല്ലെങ്കിൽ ഉണർത്താൻ രാഹുൽ ഗാന്ധിയുടെ ഈ വെളിപ്പെടുത്തലിന് കഴിഞ്ഞു. അദ്ദേഹം വളരെ ധൈര്യത്തോടു കൂടിയാണ് കാര്യങ്ങൾ ജനങ്ങളുടെ മുമ്പിൽ വെച്ചത്, രാജ്യത്തിന് മുമ്പിൽ സമർപ്പിച്ചത്. അദ്ദേഹം പ്രധാനമന്ത്രി മോദി, ആഭ്യന്തരമന്ത്രി അമിത്ഷാ, അതുപോലെ തന്നെ അവർക്ക് വേണ്ടി ശിങ്കിടി പാടുന്ന, കൂലിപ്പണിയെടുക്കുന്ന ഇലക്ഷൻ കമ്മീഷൻ, ഇവരെയെല്ലാം പേരെടുത്ത് പറഞ്ഞ് വിമർശിച്ചു. അവർ ചെയ്ത കുറ്റങ്ങൾ ജനങ്ങളുടെ മുമ്പിൽ അക്കമിട്ട് നിരത്തി. ഈ വോട്ട് ചോരി എന്ന് പറയുന്ന പ്രസ്ഥാനം പെട്ടെന്നുണ്ടായതൊന്നുമല്ല. ഹരിയാനയിലും മഹാരാഷ്ട്രയിലും ഒക്കെ കോൺഗ്രസ് വലിയ വിജയം പ്രതീക്ഷിച്ചതാണ്. ഹരിയാനയിലെ എല്ലാ എക്സിറ്റ് പോളുകളും, അതായത് സാധാരണ BJPയെ പിന്താങ്ങുന്ന സ്ഥാപനങ്ങൾ നടത്തിയ എക്സിറ്റ് പോളുകൾ പോലും കോൺഗ്രസിന് വലിയ വിജയം പ്രവചിച്ചിരുന്നു. പക്ഷെ അതിന് ഘടകവിരുദ്ധമായിട്ട് BJP അധികാരത്തിൽ വന്നപ്പോൾ കോൺഗ്രസ് അതിനെപ്പറ്റി ചിന്തിച്ചു, പക്ഷേ രാഹുൽ ഗാന്ധി ചിന്തിച്ചു. മഹാരാഷ്ട്രയിലെ ഫലവും കണ്ണു തുറപ്പിക്കുന്നതായിരുന്നു. അങ്ങനെയാണ് നമ്മുടെ തെരഞ്ഞെടുപ്പ് സംവിധാനത്തിലെ പാകപ്പിഴകളിലേക്ക്, അട്ടിമറിയിലേക്ക്, തട്ടിപ്പുകളിലേക്കുള്ള അന്വേഷണം ആരംഭിക്കുന്നത്. അതിന്റെ വലിയ അധ്വാനം ഒട്ടും ചെറുതായിരുന്നില്ല. ഇതുപോലൊരു എഫർട്ട് അല്ലെങ്കിൽ അധ്വാനം അത് കോൺഗ്രസിന് അത്ര പരിചിതവുമല്ല. BJP ഒക്കെ നേരത്തെ ചെയ്തിട്ടുണ്ട്. മോദിയെ അധികാരത്തിൽ കൊണ്ടുവരുന്നതിന് മുമ്പായിട്ട് അവർ നടത്തിയ PR എക്സർസൈസ് വേണമെങ്കിൽ ഇതുപോലെ എഫർട്ട് ഇട്ട് നടത്തിയ ഒരു പരിപാടിയായിരുന്നു. പക്ഷെ കോൺഗ്രസിന് അത്ര പരിചിതമല്ലാത്ത ഒരു മേഖലയിൽ, ഈ രംഗത്ത് അദ്ദേഹം എന്താ ചെയ്തത്? നൂറുകണക്കിന് ചെറുപ്പക്കാരെ ഉപയോഗിച്ച്, ഇലക്ഷൻ കമ്മീഷന് കടലാസിൽ കിട്ടിയ രേഖകൾ ഉപയോഗിച്ച് 6 മാസത്തെ ഗവേഷണത്തിനും പഠനത്തിനും ശേഷമാണ് കർണാടകയിലെ ഒരു ലോക്സഭാ നിയോജക മണ്ഡലമായ മഹാദേവ്പുരയിലെ തട്ടിപ്പുകളും ക്രമക്കേടുകളും പുറത്തു കൊണ്ടുവന്നത്. പിന്നീട് ഹരിയാന സംസ്ഥാനത്തെ മുഴുവനാണ് പഠന വിധേയമാക്കിയത്. അതുകൊണ്ട് പിന്നെയും താമസിച്ചു. രാഹുൽ ഗാന്ധിയും കോൺഗ്രസും ഇലക്ഷൻ കമ്മീഷനോട് ഇതിന്റെ മെഷീൻ റീഡിങ്ങിന് പറ്റിയ ഡിജിറ്റൽ വോട്ടർ പട്ടിക ചോദിച്ചതാ. അതാണെങ്കിൽ 2 മിനിറ്റ് കൊണ്ട് നമുക്ക് ഈ ക്രമക്കേടുകളെല്ലാം കണ്ടെത്താൻ പറ്റും. പക്ഷേ ഇലക്ഷൻ കമ്മീഷൻ അതിന് തയ്യാറായില്ല, അത് കൊടുക്കാൻ തയ്യാറായില്ല. കടലാസിലൂടെ രേഖകളാണ് കൊടുത്തത്. ബന്ധപ്പെട്ട രേഖകൾ കടലാസിൽ കൊടുക്കാമെങ്കിൽ എന്തുകൊണ്ട് ഡിജിറ്റലായിട്ട് കൊടുത്തുകൂടാ? അത് കൊടുക്കില്ല. കൊടുത്താൽ BJPയുടെ നേതൃത്വത്തിൽ നടന്ന ഈ കള്ളത്തരം, ഇലക്ഷൻ കമ്മീഷന്റെ ഒത്താശയോടും സഹായത്തോടും കൂടി നടന്ന തട്ടിപ്പ്, അത് മിനിറ്റുകൾക്കകം പുറത്തു വരും. അത് ഇലക്ഷൻ കമ്മീഷൻ ആഗ്രഹിക്കുന്നില്ല. ഇലക്ഷൻ കമ്മീഷന്റെ യജമാനന്മാര് ഇന്ത്യയല്ല, ഇന്ത്യയിലെ ജനങ്ങളല്ല, ഇന്ത്യ ഭരിക്കുന്ന BJPയാ. അതുകൊണ്ട് അവര് കൊടുത്തില്ല. അതുകൊണ്ടാണ് ഈ വഴിക്കുള്ള അന്വേഷണം ഇത്ര നീണ്ടുപോയത്. കഴിഞ്ഞ ദിവസം ഹരിയാന അഫയേഴ്സ് അവതരിപ്പിച്ചുകൊണ്ട് രാഹുൽ ഗാന്ധി സംസാരിച്ചല്ലോ പത്രസമ്മേളനത്തില്. അക്കൂട്ടത്തിൽ അദ്ദേഹം പറയുകയുണ്ടായി, ഇത് തന്നെയാണ് ബീഹാറിൽ സംഭവിക്കാൻ പോകുന്നതെന്ന്. അപ്പൊ BJPക്കാരെന്താ പറഞ്ഞത്? ഇത് ബീഹാറിൽ തോക്കുമെന്ന് ഉറപ്പായപ്പോൾ ഒരു മുൻകൂർ ജാമ്യം എടുക്കുന്നതാണെന്നാ. ബീഹാറിലെ പട്ടികയിൽ എന്തെങ്കിലും ക്രമക്കേടുകൾ ഉണ്ടെങ്കിൽ എന്തുകൊണ്ട് ഇപ്പോൾ ചൂണ്ടിക്കാട്ടുന്നില്ല? തെരഞ്ഞെടുപ്പിന് മുമ്പ് അത് പൊതുജന സമക്ഷം വയ്ക്കുന്നില്ല എന്നൊക്കെ BJPക്കാർ ചോദിച്ചു. ഒറ്റനോട്ടത്തിൽ ശരിയാണെന്ന് തോന്നാവുന്നതാണ്. ആളുകളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി BJP കൃത്യമായിട്ട് വളരെ ബോധ്യത്തോടുകൂടി പറഞ്ഞ ഒരു കാര്യമാണ്. പക്ഷെ വസ്തുത എന്താ? ഈ വോട്ടർ പട്ടിക രാഷ്ട്രീയ പാർട്ടികൾക്ക് കിട്ടുക തന്നെ ഏറ്റവും അവസാനമാണ്, വളരെ വൈകിയാണ്. ഇതൊരു വലിയ ഫയലാണ്.
ഇതൊരു വലിയ രേഖകളുടെ സഞ്ചയമാണ്. നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടല്ലോ രാഹുൽ ഗാന്ധിയുടെ പത്രസമ്മേളനത്തിൽ ഒരു ട്രോളിയിലാണ് ഈ രേഖകൾ അവര് പഠനത്തിന് ഉപയോഗിച്ച കടലാസ് രേഖകൾ കൊണ്ടുവരുന്നത്. അപ്പൊ അത് വെച്ചിട്ട് ബീഹാറിലെ മുഴുവൻ വോട്ടർ പട്ടികയും ഈ 1-2 ദിവസം കൊണ്ട് അപഗ്രഥിച്ച് അതിലെ തട്ടിപ്പുകളെ കുറിച്ച് പറയാൻ പറ്റത്തില്ല. അതേസമയം ഡിജിറ്റൽ രേഖകൾ കൊടുത്തിരുന്നെങ്കിൽ അത് സാധിക്കുമായിരുന്നു. അത് കൊടുത്തുമില്ല. നോക്കൂ, ഇന്നിപ്പോ ഇന്ത്യ ചർച്ച ചെയ്യുന്ന പ്രധാനപ്പെട്ട വിഷയങ്ങളെല്ലാം, രാഷ്ട്രീയവുമായി ഭരണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം രാഹുൽ ഗാന്ധി ഉന്നയിച്ചതാ അല്ലെങ്കിൽ ഉയർത്തിക്കൊണ്ട് വന്നതാ. BJPക്ക് ഇപ്പോൾ ഹിന്ദുത്വം അല്ലാതെ മറ്റൊന്നും പറയാനില്ല. മേമ്പുടിയായി നെഹ്റു കുടുംബത്തെ കുറിച്ചുള്ള കുറെ അധിക്ഷേപങ്ങൾ പറയും. പിന്നെ BJPയെ എതിർക്കുന്നവരെല്ലാം, വിമർശിക്കുന്നവരെല്ലാം രാജ്യവിരുദ്ധരാണെന്ന് ചാപ്പകുത്തും. ഇതല്ലാതെ അവരുടെ മുമ്പിൽ മറ്റൊന്നും പറയാനില്ല. രാഹുൽ ഗാന്ധി ഉയർത്തിയ പ്രശ്നങ്ങൾ നോക്കൂ. കോൺഗ്രസിലെ മറ്റു മുതിർന്ന നേതാക്കൾക്ക് താല്പര്യമില്ലാത്ത വിഷയങ്ങൾ പോലും അദ്ദേഹം ഉന്നയിക്കുകയും അതിന്മേൽ രാജ്യവ്യാപകമായിട്ട് ചർച്ച നടക്കുകയും ചെയ്തു. ഈ ജാതി അടിസ്ഥാനത്തിലുള്ള സെൻസസ് അത് ആദ്യം കൊണ്ടുവന്നത് രാഹുൽ ഗാന്ധിയാണ്. അദ്ദേഹം അതിന് പറഞ്ഞൊരു ന്യായമുണ്ട്. ഈ പിന്നോക്ക വിഭാഗങ്ങളുടെ പിന്നാക്കാവസ്ഥയെ പറ്റി അറിയണമെങ്കിൽ ജാതിയുടെ അടിസ്ഥാനത്തിൽ തന്നെ സെൻസസ് നടത്തണം, എങ്കിലേ അത് സാധിക്കൂ. RSS അതിനെ എതിർത്തു, BJP അതിനെ എതിർത്തു, സർക്കാരിന് അതിനോട് താല്പര്യം ഉണ്ടായിരുന്നില്ല. പക്ഷെ രാജ്യം ചർച്ച ചെയ്തു. അതിനുശേഷം രാജ്യത്തിന്റെ വികാരം എന്താണെന്ന് മനസ്സിലായപ്പോൾ ജാതി അടിസ്ഥാനത്തിൽ സെൻസസ് നടത്താൻ കേന്ദ്ര സർക്കാർ നിർബന്ധിതമായി. അദാനിക്കെതിരായിട്ട് ആരാണ് കൂടുതൽ സംസാരിക്കുന്നത്? നമ്മുടെ പ്രധാനമന്ത്രി പ്രവർത്തിക്കുന്നത് തന്നെ അദാനിക്ക് വേണ്ടിയാണെന്ന് ആരാണ് പറഞ്ഞത്? അത് രാഹുൽ ഗാന്ധിയാ. അദാനിയോട് താല്പര്യമുള്ള നേതാക്കൾ കോൺഗ്രസിലും ഉണ്ടായിരുന്നു. എന്തിനാണ് അദ്ദേഹത്തെ വെറുതെ വിമർശിക്കുന്നതെന്നുള്ള അഭിപ്രായം ആ പാർട്ടിയിൽ തന്നെ ഉണ്ടായിരുന്നു. അതൊന്നും രാഹുൽ ഗാന്ധി കൂട്ടാക്കിയില്ല. അദാനിക്ക് കിട്ടുന്ന അനർഹമായ പരിരക്ഷ അല്ലെങ്കിൽ സർക്കാരിൽ നിന്ന് കിട്ടുന്ന പ്രോത്സാഹനം, വിദേശ രാജ്യങ്ങളിൽ പോലും കോൺട്രാക്റ്റുകൾ നേടിയെടുക്കുന്നതിന് ഈ സർക്കാർ എങ്ങനെയാണ് അദാനിയെ സഹായിക്കുന്നത് എന്നുള്ള വസ്തുതകൾ അദ്ദേഹം ജനങ്ങളുടെ മുമ്പിലേക്ക് വെച്ചു. പ്രതിപക്ഷ നേതാവെന്ന നിലയിൽ രാഹുൽ ഗാന്ധി ഒരു ധീരന്റെ മുഖമാണ് ലോക്സഭയിൽ പ്രദർശിപ്പിക്കുന്നത് എന്ന് ആർക്കാണ് സംശയം? ഭരണപക്ഷം പോലും സമ്മതിക്കുന്ന കാര്യമാണ്. രാഹുൽ ഗാന്ധി ഇടപെടുമ്പോൾ, പ്രസംഗിക്കുമ്പോൾ ഭരണപക്ഷത്തു നിന്നുണ്ടാകുന്ന അസഹിഷ്ണുത, ചിലപ്പോൾ ഡയസിൽ നിന്ന് പോലും, സ്പീക്കറുടെ കസേരയിൽ നിന്ന് പോലും ഉണ്ടാകുന്ന ഈ അസഹിഷ്ണുത, അത് തന്നെ അതിന്റെ ഒന്നാം തരം ഉദാഹരണമാണ്. പക്ഷെ രാഹുൽ ഗാന്ധി ആരെയും ഭയമില്ലാതെ, ഭയലേശമന്യേ ഭരണകൂടത്തിന്റെ വീഴ്ചകളെ പാർലമെന്റിൽ വിമർശിക്കുന്നു. രാഷ്ട്രീയത്തിന് അതീതമായിട്ട് ഈ രാജ്യത്തെ ചെറുപ്പക്കാര്, പ്രത്യേകിച്ച് ജെൻസികള്, വളരെ ചെറുപ്പക്കാര് ഇന്ന് പ്രതീക്ഷയോടെ നോക്കുന്ന ഒരു നേതാവ് രാഹുൽ ഗാന്ധിയാണ്. അദ്ദേഹം രാജ്യത്തിനുള്ളിലും പുറത്തും നടത്തുന്ന സംവാദങ്ങൾ അതിന്റെ ഒന്നാം തരം തെളിവാണ്. അതിന് BJP വല്ലാതെ ഭയപ്പെടുന്നുണ്ട്. ഹരിയാന ഫയൽസുമായി ബന്ധപ്പെട്ട പത്രസമ്മേളനത്തിൽ രാഹുൽ ഗാന്ധി പറഞ്ഞ ഒരു കാര്യം, ജൻസികൾ, ചെറുപ്പക്കാർ ഈ നടക്കുന്നതൊക്കെ മനസ്സിലാക്കണം. നമ്മുടെ ജനാധിപത്യം തകർച്ചയിലേക്കാണ്, മരണത്തിലേക്കാണ് പോകുന്നത് എന്നുള്ളത് അവർ മനസ്സിലാക്കണം എന്ന് പറഞ്ഞു. ഉടനെ BJP എന്തുവാ പറഞ്ഞത്? ജൻസികളോട് അദ്ദേഹം സംസാരിക്കുന്നു, രാജ്യത്ത് കുഴപ്പങ്ങൾ ഉണ്ടാക്കാൻ, അവരെ പ്രകോപിപ്പിക്കാൻ ശ്രമിക്കുകയാണെന്നാണ് പറഞ്ഞത്. അതായത് BJPക്കെതിരെ, BJP സർക്കാരിനെതിരെ എന്തെങ്കിലും പറഞ്ഞു പോയാൽ അതെല്ലാം രാജ്യദ്രോഹമാണ്, ആളുകളെ കലാപത്തിന് പ്രേരിപ്പിക്കലാണ്. രാഹുൽ ഗാന്ധി ജനങ്ങളുമായിട്ട് ഇടപഴകുകയും സംവദിക്കുകയും ചെയ്യുന്ന രീതി ഒന്ന് നോക്കൂ. ഇന്ത്യയിലെ മറ്റേതെങ്കിലും നേതാവ് ഇങ്ങനെ ചെയ്യുന്നുണ്ടോ? നമുക്ക് ഭാരത് ജോഡോ യാത്ര നമ്മുടെ മുമ്പിൽ ഉദാഹരണമായിട്ടുണ്ട്. കന്യാകുമാരി മുതൽ കാശ്മീർ വരെ കാൽനടയായി നടത്തിയ 4000 കിലോമീറ്റർ യാത്ര, അതിനുശേഷം മണിപ്പൂർ മുതൽ മഹാരാഷ്ട്ര വരെ, ബോംബെ വരെ നടത്തിയ, അത് മുഴുവൻ കാൽനടയായിരുന്നില്ല, കാൽനടയായും വാഹനത്തിലുമായിരുന്നു. 6400 കിലോമീറ്റർ. ഈ യാത്രക്കിടയിൽ അദ്ദേഹത്തെ കാണാനെത്തിയ വലിയ ജനക്കൂട്ടത്തോട്, തടിച്ചൂടിയ ആയിരങ്ങളോട് എങ്ങനെയാണ് പെരുമാറിയത്? സ്നേഹത്തോടെ, കരുണയോടെ, എമ്പതിയോടെ, അവരിൽ ഒരാളായിട്ട് അവരെ ചേർത്ത് പിടിച്ചുകൊണ്ട്, പ്രായമുള്ളവരെ, സ്ത്രീകളെ, കുട്ടികളെ, ചെറുപ്പക്കാരെ, എങ്ങനെയാണ് അദ്ദേഹം അവരോടൊക്കെ ഇടപെട്ടത് എന്നുള്ളത് അദ്ദേഹത്തിന്റെ വ്യക്തിത്വത്തിന്റെ തിളങ്ങുന്ന ഒരു വശമാണ്. പിന്നീടുള്ള യാത്രകള്, ഈ വോട്ട് ചോരിയുമായി ബന്ധപ്പെട്ട വെളിപ്പെടുത്തൽ നടത്തിയതിനു ശേഷം അദ്ദേഹം ബീഹാറിൽ ഒരു വോട്ടർ അധികാര യാത്ര നടത്തി. തേജസ്വി യാദവുമൊത്ത് ലക്ഷക്കണക്കിന് ആളുകൾ അദ്ദേഹത്തെ കാണാനായിട്ട്, അദ്ദേഹത്തെ കേൾക്കാനായിട്ട് തടിച്ചുകൂടിയത്. അവിടെയും ആളുകളോട് അദ്ദേഹം പെരുമാറുന്ന രീതി. ബീഹാറിലെ പ്രചാരണ രംഗത്ത് ഒരു ഗ്രാമത്തിൽ ചെന്നപ്പോൾ അവിടുത്തെ ആളുകളോടൊത്ത് ഒരു കുളത്തിൽ മീൻ പിടിക്കാൻ ചാടുന്ന രംഗം, അവരുടെ കൂടെ നീന്തി തുടിക്കുന്ന രാഹുൽ ഗാന്ധിയെ നമ്മൾ കാണുകയാ. അതുപോലെ പാടങ്ങളിൽ ഇറങ്ങി നിന്ന് അവരോടൊപ്പം പണിയെടുക്കുന്ന രാഹുൽ ഗാന്ധി, തൊഴിൽശാലകളിൽ ജോലി ചെയ്യുന്ന രാഹുൽ ഗാന്ധി, സ്ത്രീകളോടൊപ്പം ചെലവഴിക്കുന്ന രാഹുൽ ഗാന്ധി,
ഗ്രാമങ്ങളിലെ സ്ത്രീകളെ ഡൽഹിയിലെ പ്രിയങ്കയുടെ വീട്ടിലേക്ക് ക്ഷണിച്ചു വരുത്തി അവരെ സൽക്കരിക്കുന്ന രാഹുൽ ഗാന്ധി, ഒപ്പം നടക്കാൻ പ്രയാസമുള്ള കൊച്ചുകുട്ടികളെ തോളിലേറ്റി നടത്തുന്ന രാഹുൽ ഗാന്ധി. ഒരിക്കലും ഒരു ദൃശ്യം കാണുകയുണ്ടായി. ഒരു മോട്ടോർ മെക്കാനിക് അദ്ദേഹത്തെ കാണാൻ വരി. അദ്ദേഹത്തിന്റെ കൈകള് ഗ്രീസും ചെളിയും ഓയിലും ഒക്കെ പുരണ്ട് വൃത്തികെട്ടിരിക്കുക. അപ്പൊ രാഹുൽ ഗാന്ധി കൈ നീട്ടിയപ്പോൾ അദ്ദേഹം മടിച്ച് പിന്മാറുമ്പോൾ അദ്ദേഹത്തെ ചേർത്ത് പിടിച്ച് അദ്ദേഹത്തിന്റെ കൈകളിൽ പിടിക്കുന്ന രാഹുൽ ഗാന്ധിയുടെ വിഭിന്നമായ മുഖങ്ങൾ, ഇതൊന്നും ഒരു സാധാ രാഷ്ട്രീയക്കാരന്റെ പ്രകടനപരതയല്ല. ഉള്ളിൽ നിന്ന് വരുന്നതാണ്, മനസ്സിൽ നിന്ന് വരുന്നതാണ്, ആത്മാർത്ഥമാണ്. അത് നമുക്ക് ആ ദൃശ്യങ്ങൾ കാണുമ്പോൾ തന്നെ മനസ്സിലാവും. ഇക്കാര്യത്തിൽ നിന്ന് രാഹുൽ ഗാന്ധിക്ക് മാധ്യമങ്ങളുടെ സഹായം കിട്ടുന്നില്ല കേട്ടോ. ദേശീയ ചാനലുകളൊന്നും അദ്ദേഹത്തിന്റെ പരിപാടികളൊന്നും ലൈവായിട്ട് കാണിക്കാറില്ല. കഴിഞ്ഞ ദിവസം നടന്ന വോട്ട് ചോരി, ഹരിയാന ഫയൽസ്, അതുപോലും ആരും ലൈവ് കാണിച്ചില്ല. വെറും വാർത്തയായിട്ട് മാത്രമാണ് കാണിച്ചത്. എന്തിന് കേരളത്തിലെ ദേശാഭിമാനി പോലും ഈ ഹരിയാന ഫയൽസിന്റെ വാർത്ത ഉൾപ്പെയില്ല കൊടുത്തത്, ജനകീയ പേയിൽ കൊടുത്തു. ജന്മഭൂമിയെ പോലെ ഏതാണ്ട് തമസ്കരിക്കുകയാണ് ദേശാഭിമാനി പോലും ചെയ്തത്. അവരുടെ സഹകരണമില്ലായ്മയൊന്നും കാര്യമാക്കാതെയാണ് രാഹുൽ ഗാന്ധി അദ്ദേഹത്തിന്റെ അജണ്ടയുമായിട്ട് മുന്നോട്ട് പോകുന്നത്. നമുക്കറിയാം, നരേന്ദ്രമോദിയുടെ ഭരണത്തെയും സംഘപരിവാരത്തെയും എതിർക്കുന്ന മറ്റു നേതാക്കളുണ്ട്. ബംഗാളില് മമതാ ബാനർജി ഉണ്ട്, യു.പിയില് അഖിലേഷ് യാദവ് ഉണ്ട്, ബീഹാറില് തേജസ്വി ഉണ്ട്, അതുപോലെ തമിഴ്നാട്ടില് സ്റ്റാലിൻ ഉണ്ട്. ഇവരൊക്കെ അവരുടെ റോളുകൾ ഭംഗിയായിട്ട് നിർവഹിക്കുന്നുണ്ട്. പക്ഷെ അതെല്ലാം ഒരു സംസ്ഥാനത്ത് ഒതുങ്ങി നിൽക്കുക. രാജ്യത്താകമാനമുള്ള ഈ സംഘപരിവാർ വിരുദ്ധരെ, ഫാസിസ്റ്റ് വിരുദ്ധരെ ഒരുമിപ്പിച്ചു നിർത്താൻ രാഹുൽ ഗാന്ധി അല്ലാതെ മറ്റൊരു നേതാവില്ല എന്നുള്ളതാണ് ഇന്നത്തെ ദേശീയ രാഷ്ട്രീയത്തിന്റെ പ്രത്യേകത. അദ്ദേഹം അദാനിയെയും അംബാനിയെയും ഒക്കെ വിമർശിക്കുമ്പോൾ അതിശക്തരായ ആളുകളാണ് അവർ. അതുപോലെ തന്നെ ഭരണകൂടത്തില് ഏറ്റവും തലപ്പത്തിരിക്കുന്നവരെ വിമർശിക്കുന്നവര് മോദിയെയും അമിത്ഷായെയൊക്കെ വിമർശിക്കുമ്പോൾ ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങിച്ചെന്ന് അവരുമായിട്ട് ഇടപഴകുമ്പോൾ സത്യത്തിൽ പേടി തോന്നുന്നുണ്ട്. എതിർക്കുന്നത് വലിയ ശക്തികളെയാ. അതുപോലെ തന്നെ ജനങ്ങൾക്കിടയിലേക്ക് അദ്ദേഹം ഇറങ്ങുകയാ. ഒരിക്കൽ സഹോദരി പ്രിയങ്ക ഗാന്ധി രാഹുലിനോട് പറഞ്ഞു, രാഹുൽ നീ കളിക്കുന്നത് തീയോടാണെന്ന് പറഞ്ഞു. ഇത് രാഹുൽ ഗാന്ധിയുടെ പ്രവർത്തനങ്ങളെ വീക്ഷിക്കുന്ന എല്ലാവരുടെയും മനസ്സിലുള്ള ഒരു ചിന്തയാണ്. പക്ഷെ ഇതൊന്നും വകവെക്കാതാണ് രാഹുൽ ഗാന്ധി മുന്നോട്ട് നീങ്ങുന്നത്. അദ്ദേഹത്തിന് കൂടുതൽ സുരക്ഷ ആവശ്യമാണ്. അത് കൊടുക്കേണ്ടതാണ്. അതാരാണ് കൊടുക്കേണ്ടത്? കേന്ദ്ര ഗവൺമെന്റാണ്. നെഹ്റു കുടുംബത്തിനുണ്ടായിരുന്ന SPG സുരക്ഷ പിൻവലിച്ച കേന്ദ്ര ഗവൺമെന്റ് അതിന് തയ്യാറാകുമെന്ന് തോന്നുന്നില്ല.